ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. കുറച്ചു നാളുകളായി മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കണ്ണിലെ കരടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉയർത്തുക സ്വാമിയുടെ പതിവാണ്. ഇപ്പോഴിതാ മോദിയുടെ 74ാം പിറന്നാളിന് മുന്നോടിയായി വീണ്ടും പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ് സുബ്രഹ്മണ്യൻ സ്വാമി. 75ാം വയസ്സിൽ മോദി വിരമിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളിലൂടെ കസാര നഷ്ടപ്പെടുമെന്ന് സ്വാമി മുന്നറിയിപ്പ് നൽകി. വരുന്ന സെപ്റ്റംബർ 17-നാണ് പ്രധാനമന്ത്രിയുടെ 74ാം ജന്മദിനം. 2025-ൽ 75 തികയും. RSS പ്രചാരകന്റെ സംസ്കാരത്തോട് പ്രതിബദ്ധതയുള്ള മോദി തന്റെ 75ാം ജന്മദിനത്തിന് ശേഷം സെപ്റ്റംബർ 17-ന് വിരമിക്കൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ മറ്റു വഴികളിലൂടെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി കസേര നഷ്ടപ്പെടും, സ്വാമി എക്സിൽ കുറിച്ചു. മോദിയുടെ കടുത്ത വിമർശകനായ സ്വാമി കഴിഞ്ഞയാഴ്ച GDP-യുടെ കാര്യത്തിൽ കേന്ദ്രത്തെ വിമർശിച്ചിരുന്നു. GDP വളർച്ചയെക്കുറിച്ചുള്ള മോദി സർക്കാരിൻ്റെ അവകാശവാദം പൊതുജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് സ്വാമി പറഞ്ഞത് 75ാം വയസ്സിൽ വിരമിക്കണമെന്നാണ്. BJP-യിലെ അലിഖിത നയം. 2014-ൽ മോദി അധികാരത്തിലെത്തിയപ്പോൾ നടപ്പാക്കിയ നയമാണിത്. 2014-ലെ തെരഞ്ഞെടുപ്പിൽ പല മുതിർന്ന നേതാക്കൾക്കും സീറ്റ് കിട്ടിയിരുന്നില്ല. LK അദ്വാനിയും സുമിത്ര മഹാജനും ആനന്ദിബെന്നും മുരളി മനോഹർ ജോഷി വരെ ഈ മാനദണ്ഡ പ്രകാരം മാറി. ഈ പ്രായത്തിന് മുകളിലുള്ളവർ തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കേണ്ടെന്നും ഭരണഘടനാ പദവി കൈകാര്യം ചെയ്യേണ്ടതില്ലെന്നുമുള്ളത് പാർട്ടി നയമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അമിത് ഷാ നേരത്തെ പരസ്യമായി സമ്മതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 75 വയസ്സായാൽ മോദി വിരമിക്കുമോ എന്ന ചോദ്യം കുറച്ചു നാളുകളായി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മോദിയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. സെപ്റ്റംബർ 17-ന് മോദിക്ക് 75 വയസ്സ് തികയുകയാണ്. പാർട്ടിയിലെ നേതാക്കൾ 75 വയസ്സിന് ശേഷം വിരമിക്കുമെന്ന് അദ്ദേഹം ചട്ടം സ്ഥാപിച്ചു. BJP ഭരണഘടനയിൽ 75 വയസ്സ് എന്ന പരിധിയില്ല. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ആശയക്കുഴപ്പവുമില്ല. നരേന്ദ്രമോദി തന്നെ തുടരും എന്ന് അമിത് ഷായും മറുപടി നൽകി. അതേസമയം ഈയിടെ സുബ്രഹ്മണ്യൻ സ്വാമി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും ലക്ഷ്യമിട്ടിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം UK-യിൽ 2003-ൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ എന്ന് അവകാശപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി 2019-ൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.